Hello, good morning all. നമുക്ക് ഇന്ന് പ്രോമെട്രിക്കിന് മിക്ക പ്രോമെട്രിക് എക്സാമിനും ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറിനകത്തുനിന്ന് ഉറപ്പായിട്ടും കുറെ ക്വസ്റ്റ്യൻസ് ഏത് എക്സാമിനായാലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. അതിനകത്ത് തൊറാസിന്തസിസ് എന്ന ടോപ്പിക്ക് നമുക്ക് ഇന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, തൊറാസിന്തസിസ് ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്തുനിന്ന് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്താണെന്നുള്ള രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പൊസിഷൻ ചോദിക്കും, നീഡിലിന്റെ ഗോജ് ചോദിക്കാറുണ്ട്, അതുപോലെ ആഫ്റ്റർ കെയർ ഒക്കെ തൊറാസിന്തസിസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരും. സോ നമുക്ക് തൊറാസിന്തസിസ് എന്താണെന്ന് നോക്കാം. തൊറാസിന്തസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ അതർ നെയിം ആണ് തൊറാക്കോസിന്തസിസ് അല്ലെങ്കിൽ പ്ലൂറൽ ടാപ്പ്, നീഡിൽ തൊറാക്കോസ്റ്റമി ഓർ നീഡിൽ ഡീകംപ്രഷൻ എന്നൊക്കെ പറയുന്ന സെയിം ആണ്. തൊറാസിന്തസിന്റെ അതർ നെയിംസ് ആണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കോ കേട്ടോ. പ്ലൂറൽ ടാപ്പ് എന്നോ അല്ലെങ്കിൽ നീഡിൽ തൊറാക്കോസ്റ്റമി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആണ്, തൊറാസിന്തസിസ് ആണ്. ഓക്കെ, അപ്പൊ ഈ തൊറാസിന്തസിസ് നമുക്ക് ഈ ഒരു വേർഡിന്റെ മീനിങ്, ആ വേർഡിന്റെ വെച്ച് മീനിങ് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കി പോകാം. തൊറ എന്ന് പറയുമ്പോൾ റിലേറ്റഡ് ടു തൊറാസിക് ക്യാവിറ്റി ആണ്. സിന്തസിസ് എന്ന് പറഞ്ഞാൽ ആസ്പിറേറ്റ് ചെയ്യുവാണ് അല്ലെ. സോ തൊറാസിന്തസിസ് എന്ന് പറയുമ്പോൾ ഒരു ഇൻവേഴ്സീവ് മെഡിക്കൽ പ്രൊസീജിയർ ആണ്. നമ്മൾ നീഡിലിന്റെ ഹെൽപ്പോടെ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഒന്നെങ്കിൽ ഫ്ലൂയിഡോ അല്ലെങ്കിൽ എയറോ അല്ലെങ്കിൽ ബ്ലഡോ നമ്മൾ പ്ലൂറൽ സ്പേസിൽ നിന്ന് ആസ്പിറേറ്റ് ചെയ്യുന്ന അല്ലെ റിമൂവ് ചെയ്യുന്നതിനെ നമ്മൾ പറയുന്നതാണ് തൊറാസിന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ തൊറാസിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻവേഴ്സീവ് മെഡിക്കൽ പ്രൊസീജിയർ ആണ്. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ടു റിമൂവ് ഫ്ലൂയിഡ് ഓർ എയർ ഫ്രം പ്ലൂറൽ സ്പേസ്. എന്തിനൊക്കെ ഈ തൊറാസിന്തസിസ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് പർപ്പസ് നമ്മൾ പഠിക്കും. ഓർത്തിരിക്കേണ്ട ഒരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറിനും അതുപോലെ തെറാപ്യൂട്ടിക് പർപ്പസിനും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു പ്രൊസീജിയർ തൊറാസിന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് ഞാൻ വേറൊരു വേർഡ് യൂസ് ചെയ്താണ് പ്ലൂറൽ സ്പേസ്. പ്ലൂറ എന്ന് പറയുന്നത് എന്താ, നമുക്ക് ഈ തൊറാസിന്തസിസ് എന്ന് പറയുമ്പോൾ ഫണ്ടമെന്റലിനകത്ത് വരുന്ന പ്രൊസീജിയർ വൈസിനകത്ത് പഠിക്കുന്ന അതുപോലെ തന്നെ റെസ്പിറേറ്ററിക്കകത്തും പഠിക്കുന്ന ഒരു കണ്ടീഷനാണ് തൊറാസിന്തസിസ്. അപ്പം പ്ലൂറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലങ്സിനെ കവർ ചെയ്തുള്ള മെംബ്രെയിൻ ആണ് പ്ലൂറ എന്ന് പറയുന്നത്. ഈ പ്ലൂറയ്ക്കകത്ത് നമ്മൾ ഓർക്കേണ്ടത് 2 ലെയേഴ്സ് വരുന്നുണ്ട്. വിസറൽ ലെയറും ഉണ്ട്, പരേറ്റൽ ലെയറും ഉണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? ലങ്സ് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ലങ്സിനെ കവർ ചെയ്ത് വരുന്ന ഒരു ലെയർ ആണ് പ്ലൂറ. ഈ പ്ലൂറയ്ക്ക് തന്നെ വീണ്ടും 2 ലെയേഴ്സ് ആണ് വരുന്നത്. വിസറൽ ലെയറും ഉണ്ട്, പരേറ്റൽ ലെയറും ഉണ്ട്. നമ്മുടെ ലങ്സുമായിട്ട് ചേർന്നിരിക്കുന്ന ലെയർ ആണ് വിസറൽ ലെയർ. ഔട്ട്സൈഡ് ആയിട്ട് വരുന്ന ലെയർ ആണ് പരേറ്റൽ ലെയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ വിസറൽ ലെയറിന്റെയും പരേറ്റൽ ലെയറിന്റെയും ഇടയ്ക്കുള്ള സ്പേസ് ആണ് പ്ലൂറൽ സ്പേസ് എന്ന് പറയുന്നത്. ആക്ച്വലി ഈ പ്ലൂറൽ സ്പേസിൽ ഫ്ലൂയിഡ് ഉണ്ട്. ഏകദേശം ഒരു അപ്രോക്സിമേറ്റ്ലി പറയുവാണെങ്കിൽ ഒരു 20 ml ഫ്ലൂയിഡ് നമ്മുടെ പ്ലൂറൽ സ്പേസിനകത്തുണ്ട്. ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫ്രിക്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്ലൂറൽ ഫ്ലൂയിഡ്. അപ്പൊ ഈ പ്ലൂറൽ സ്പേസ് ഇപ്പം ജസ്റ്റ് ഒരു ഐഡിയ കിട്ടില്ല, എവിടെ പ്ലൂറൽ സ്പേസ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ പ്ലൂറൽ സ്പേസ് അല്ലെ ആ പ്ലൂറൽ ക്യാവിറ്റിക്കകത്ത് എക്സ്ട്രാ ഓൾറെഡി ഒരു പ്ലൂറൽ ഫ്ലൂയിഡ് ഉണ്ട്. അതിന്റെ എമൗണ്ട് നമ്മൾ പറഞ്ഞു അപ്രോക്സിമേറ്റ്ലി 20 ആണ്. അപ്പൊ അതിൽ കൂടുതൽ പ്ലൂറൽ ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എയർ ഉണ്ട്, അല്ലെങ്കിൽ ബ്ലഡിന്റെ പ്രസൻസ് വരുമ്പം അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് തൊറാസിന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ തൊറാസിന്തസിസ് മനസ്സിലായാൽ എന്താണെന്ന്. ഇതൊരു ഇൻവേഴ്സീവ് പ്രൊസീജിയർ ആണെന്ന് ഓർത്തിരിക്കും. ഒരു ഇൻവേഴ്സീവ് പ്രൊസീജിയർ ആണ് തൊറാസിന്തസിസ്. നമ്മുടെ പ്ലൂറൽ ക്യാവിറ്റിയിലെ പ്ലൂറൽ സ്പേസിനെ ഫ്ലൂയിഡിനെ അല്ലെങ്കിൽ എയറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് തൊറാസിന്തസിസ്. നെക്സ്റ്റ്, ഇനി ഇതിന്റെ പർപ്പസ്. ഇത് മിക്ക എക്സാമിനും ചോദിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്: റെഡ്യൂസ് ദ ലങ് ടിഷ്യൂ പ്രഷർ, വിച്ച് പ്രൊസീജിയർ ഈസ് ഡൂയിങ്? നമ്മുടെ ലങ് ടിഷ്യൂസിന്റെ പ്രഷർ കുറയ്ക്കാൻ വേണ്ടി ഏത് പ്രൊസീജിയർ ആണ് ചെയ്യുന്നത്? അതിനകത്ത് ഓപ്ഷനകത്ത് കാണും തൊറാസിന്തസിസ്, പാരാസിന്തസിസ് എന്നുള്ള പ്രൊസീജിയർ ആണ്. അപ്പോൾ ഓർക്കുക, ലങ്സിന്റെ ടിഷ്യൂസിന്റെ പ്രഷർ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ തൊറാസിന്തസിസ് ആണ്. അത് സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, നമ്മൾ ഇച്ചിരി മുമ്പ് പ്ലൂറൽ സ്പേസ് ഒക്കെ പറഞ്ഞില്ലേ, പ്ലൂറൽ ഫ്ലൂയിഡ് ഒക്കെ പറഞ്ഞില്ലേ, ഈ പ്ലൂറൽ ഫ്ലൂയിഡിന്റെ അളവ് കൂടുവാണെങ്കിൽ, ഒത്തിരി എമൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ പ്രഷർ കൂടിയിട്ട് അതിന്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ ലങ്സിന്റെ ടിഷ്യൂസ് ഉണ്ട്. ആ ലങ്സിന്റെ ടിഷ്യൂസിലോട്ട് പ്രഷർ അപ്ലൈ ചെയ്യാൻ തുടങ്ങും അല്ലെ. അപ്പൊ ആ പ്രഷർ കുറയ്ക്കാൻ വേണ്ടി, അപ്പൊ കുറയ്ക്കാന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ഫ്ലൂയിഡിന്റെ അളവ് അവിടെ കുറയ്ക്കുക, നമ്മൾ ആസ്പിറേറ്റ് ചെയ്തു. അപ്പൊ അതാണ് മെയിൻ ഒരു ഫംഗ്ഷൻ, മെയിൻ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. തൊറാസിന്തസിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ലങ് ടിഷ്യൂസിലോട്ടുള്ള ഒരു പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറയുവാണെങ്കിൽ ഫ്ലൂയിഡിന്റെ അളവ് കൂടുക അല്ലെ, ഫ്ലൂയിഡിന്റെ അളവ് ഉള്ളപ്പോൾ ആ ഫ്ലൂയിഡിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി, പ്ലൂറൽ ഫ്ലൂയിഡിന്റെ എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയും പിന്നെ ഡയഗ്നോസ്റ്റിക് പർപ്പസിന് വേണ്ടിയും തെറാപ്യൂട്ടിക് പർപ്പസിന് വേണ്ടിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ തൊറാസിന്തസിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കണം. ടു റെഡ്യൂസ് ദ ലങ് ടിഷ്യൂ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ മെയിൻ ആയിട്ട്, അതാണ് മെയിൻ ഒരു പർപ്പസ് എന്ന് പറയുന്നത് തൊറാസിന്തസിന്റെ. ക്ലിയർ?
ഓക്കെ ആണോ? നെക്സ്റ്റ് വൺ നമുക്ക് ഇൻഡിക്കേഷൻസ് നോക്കാം. സിമ്പിൾ ആണ്. ഇൻഡിക്കേഷൻസ് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് അതെല്ലാം പറഞ്ഞു. ഇൻഡിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് ന്യൂമോതൊറാക്സ്, ഹീമോതൊറാക്സ്, പ്ലൂറൽ എഫ്യൂഷൻ. ന്യൂമോതൊറാക്സ് എന്ന് പറയുമ്പോൾ വേർഡ് ന്യൂമോ എന്ന് പറയുമ്പോൾ തന്നെ എയർ ആണ്. അപ്പൊ നമ്മുടെ പ്ലൂറൽ ക്യാവിറ്റിയിൽ എയറിന്റെ അക്യുമുലേഷൻ ഉണ്ടെങ്കിൽ, എയർ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? തൊറാസിന്തസിസ് ചെയ്യും. അതുപോലെ ഹീമോതൊറാക്സ് സെയിം, എന്താ ബ്ലഡിന്റെ പ്രസൻസ് വരുന്നുണ്ട്, ബ്ലഡ് അക്യുമുലേറ്റ് ചെയ്തിരിപ്പുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹീമോതൊറാക്സ് ചെയ്യും. നെക്സ്റ്റ് വൺ ആണ് പ്ലൂറൽ എഫ്യൂഷൻ. ഇതൊരു കണ്ടീഷൻ, റെസ്പിറേറ്ററിക്കകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു കണ്ടീഷൻ ആണ് പ്ലൂറൽ എഫ്യൂഷൻ. പ്ലൂറൽ എഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, നമ്മുടെ പ്ലൂറൽ സ്പേസിനകത്ത് എമൗണ്ട് ഓൾറെഡി ഒരു അപ്രോക്സിമേറ്റ് 20 എമൗണ്ട് പ്ലൂറൽ ഫ്ലൂയിഡ് ഉണ്ട്. അതിനെക്കാട്ടി എക്സസ് ആയിട്ട് എമൗണ്ട് ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യുന്ന കണ്ടീഷനെ നമ്മൾ പറയുന്നതാണ് പ്ലൂറൽ എഫ്യൂഷൻ. ഓക്കെ, അപ്പം ഫ്ലൂയിഡിന്റെ എമൗണ്ട് പ്ലൂറൽ സ്പേസിൽ, പ്ലൂറൽ ക്യാവിറ്റി കൂടുന്നതാണ്, പെട്ടെന്ന് അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനെ നമ്മൾ പറയുന്നതാണ് പ്ലൂറൽ എഫ്യൂഷൻ. ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? തൊറാസിന്തസിസ് ചെയ്യാറുണ്ട്. സോ മെയിൻ ഇൻഡിക്കേഷൻസ് ആർ ന്യൂമോതൊറാക്സ്, ഹീമോതൊറാക്സ് ആൻഡ് പ്ലൂറൽ എഫ്യൂഷൻ. ഓക്കെ, നമ്മളിപ്പോ എന്താണ് തൊറാസിന്തസിസ് എന്ന് പറഞ്ഞു, എന്താണ് പർപ്പസ് പറഞ്ഞു, മെയിൻ ഇൻഡിക്കേഷൻസും പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത പ്രൊസീജിയറിലോട്ട് പോകാം. സിമ്പിൾ ആയിട്ട് എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു പ്രൊസീജിയർ എന്താണ് തൊറാസിന്തസിസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഏത് പ്രൊസീജിയറിന്റെ കൂട്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണം പ്രൊസീജിയർ, അല്ലെ? എക്സ്പ്ലെയിൻ ചെയ്യണം പ്രൊസീജിയർ, പേഷ്യന്റ് നമുക്ക് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരിക്കണം. നെക്സ്റ്റ് വൺ ആണ് കൺസെന്റ്. വെരി ഇമ്പോർട്ടന്റ് ആണ് കൺസെന്റ്. കൺസെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കണം, കൺസെന്റ് എടുക്കുന്നത് ആരാണോ പ്രൊസീജിയർ ചെയ്യുന്ന ആ ഒരു വ്യക്തിയായിരിക്കണം കൺസെന്റ് എടുക്കുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ സർജൻ, ഇതൊരു മൈനർ ഒരു സർജറി ആണെന്ന് പറയാം, അല്ലെ? കാരണം ഒരു ഇൻവേസീവ് പ്രൊസീജിയർ ആണ്. അപ്പോൾ ആരാണോ ഈ പ്രൊസീജിയർ ചെയ്യുന്ന ആ വ്യക്തി വേണം, എന്ന് വെച്ചാൽ ഫിസിഷ്യൻ, അല്ലെ? ഡോക്ടർ ആയിരിക്കണം, ഫിസിഷ്യൻ ആയിരിക്കണം എന്ത് ചെയ്യുന്നത്? കൺസെന്റ് എടുക്കേണ്ടത്. ഓക്കെ, ആ ഒരു പോയിന്റ് ഓർത്തിരിക്കണം, കൺസെന്റ് എടുക്കുന്ന കാര്യം. പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന നമ്മൾ ആർട്ടിക്കിൾസിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന നീഡിൽ, ഏത് ഗോജ് നീഡിലാണ് നമ്മൾ തൊറാസിന്തസിസിന് യൂസ് ചെയ്യുന്നത്? നമ്മൾ ആസ്പിറേറ്റ് ചെയ്യാൻ വേണ്ടി നീഡിൽ ഇൻസേർട്ട് ചെയ്യത്തില്ലേ, അല്ലെ? അപ്പൊ അത് നമ്മൾ 18 ഗോജ് ആണ് യൂസ് ചെയ്യുന്നത്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കണം 18 ഗോജ്. അപ്പൊ അറിയാം എന്താ അതിന്റെ കളർ എന്ന് പറഞ്ഞാൽ? 18 ഗോജ് എന്ന് പറയുമ്പോൾ ഓർക്കുക, ഗ്രീൻ കളർ ആണ് 18 ഗോജ് എന്ന് പറയുന്നത്, അല്ലെ? എപ്പോഴും ഓർക്കണം 18, 18ാമത്തെ വയസ്സിലാണ് നമുക്ക് എല്ലാത്തിനും ഉള്ള ഒരു സിഗ്നൽ നമുക്ക് കിട്ടുന്നത്, അല്ലെ? ഇപ്പൊ ഡ്രൈവിങ്ങിനായാലും ഇപ്പൊ മാരേജ് അങ്ങനെയുള്ള കാര്യത്തിന് 18 വയസ്സ്. അപ്പൊ ഓർക്കണം ഗ്രീൻ സിഗ്നൽ കിട്ടുന്ന 18 ഇയേഴ്സിലാണെന്ന് ഓർക്കുക. അപ്പൊ പെട്ടെന്ന് ഓർക്കുക 18 ഗോജ്, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. കളർ ഫുള്ള് പഠിച്ചിരിക്കണം, ഓറഞ്ച്, യെല്ലോ, ബ്ലൂ, കളർ എല്ലാ ഓരോ ഗോജിന്റെയും കളർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഓർത്തിരിക്കുക, നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന 18 ഗോജ് നീഡിലാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ തൊറാസിന്തസിസിനായാലും പാരാസിന്തസിസിനായാലും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗോജ് എന്ന് പറയുന്നത് 18 ഗോജ് ആണ്. ക്ലിയർ? സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 18 ഗോജ് ആണ്. പിന്നെ അതുപോലെ നമ്മൾ അനസ്തെറ്റിക് സൊല്യൂഷൻ യൂസ് ചെയ്യുന്നുണ്ട്, 2% സൈലോക്കേൻ. നമുക്ക് അവിടെ ഒരു ലോക്കൽ അനസ്തെറ്റിക് ഏജന്റ് ആയിട്ട് നമ്മൾ 2% സൈലോക്കേൻ യൂസ് ചെയ്യുന്നുണ്ട്. അനസ്തെറ്റിക് സൊല്യൂഷൻ ആന്റിസെപ്റ്റിക് സൊല്യൂഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാ? ഏരിയ ക്ലീൻ ചെയ്യാൻ വേണ്ടി ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് ഓർക്കേണ്ടത് പൊസിഷൻ ആണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ഓർക്കുക, നമ്മളൊരു ഇപ്പം തൊറാസിന്തസിസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഓർത്തോപീനിക് പൊസിഷൻ, അല്ലെങ്കിൽ പേഷ്യന്റിനോട് ബെഡിന്റെ സൈഡിൽ വന്നിട്ട് നമ്മൾ അപ്രൈറ്റ് പൊസിഷനിൽ ഇരുത്തിയിട്ട് പേഷ്യൻസിന്റെ ഹാൻഡും ഹെഡും ഒക്കെ ഒന്ന് കാർഡിയാക് ടേബിളിൽ സപ്പോർട്ട് ചെയ്തിരുത്തുന്ന ഒരു പൊസിഷനാണ് ഓർത്തോപീനിക് പൊസിഷൻ, അല്ലെ? ആ ഒരു അപ്രൈറ്റ് പൊസിഷനിലായിരിക്കും നമ്മൾ പേഷ്യന്റിനെ ഇരുത്തുന്നത്. സപ്പോസ് ഇരിക്കാൻ വയ്യാത്ത ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ സുപ്പൈൻ പൊസിഷൻ അല്ലെ ലാറ്ററൽ പൊസിഷൻ കൊടുക്കാറുണ്ട്. അതിനകത്ത് ഓർക്കണ ഓപ്ഷനകത്ത് അൺഅഫക്റ്റഡ് സൈഡിലോട്ടായിരിക്കും നമ്മൾ കിടത്തുന്നത്. ആ പോയിന്റ് നോട്ട് ചെയ്യണം, ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പം അൺകോൺഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു എഴുന്നേറ്റിരിക്കാൻ പറ്റാത്ത ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് നമ്മൾ ഏത് പൊസിഷൻ ആയിരിക്കും? പേഷ്യന്റിനെ അൺഅഫക്റ്റഡ് സൈഡിലോട്ടായിരിക്കും പേഷ്യന്റിനെ കിടത്തുന്നത്. ഓക്കെ, അപ്പൊ സാധാരണ ഒരു രീതി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യന്റിനെ സിറ്റിംഗ് അപ്രൈറ്റ് പൊസിഷൻ വിത്ത് ഷോൾഡറും ഹെഡും നമ്മൾ സപ്പോർട്ട് ചെയ്ത് വെക്കുമായിരിക്കും. ഒരു ബെഡ് സൈഡ് ടേബിൾ അല്ലെങ്കിൽ ഒരു കാർഡിയാക് ടേബിളിൽ സപ്പോർട്ട് ചെയ്ത് വെക്കുവാണ് സാധാരണ ചെയ്യുന്നത്. സപ്പോസ് പേഷ്യന്റ് ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അൺഅഫക്റ്റഡ് സൈഡിലോട്ടായിരിക്കും പേഷ്യന്റിനെ ടേൺ ചെയ്ത് കിടത്തുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു പോയിന്റ് ആണ്, ഓർത്തിരിക്കുക പൊസിഷൻ. തൊറാസിന്തസിന്റെയും പാരാസിന്തസിന്റെയും ഒക്കെ പൊസിഷൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, പിന്നെ ഇനി ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറഞ്ഞു നീഡിൽ ഇൻസേർട്ട് ചെയ്യുന്ന കാര്യം, അല്ലെ? നമ്മൾ ഗോജ് പറഞ്ഞില്ല, 18 ഗോജ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഒരു പോയിന്റ് ഓർത്തിരിക്കേണ്ടത്, നമുക്കിപ്പോ ന്യൂമോതൊറാക്സ് ആണ് കേസ് എങ്കിൽ, എയർ ആണ് പ്രശ്നമെങ്കിൽ നമ്മൾ എപ്പോഴും തേർഡോ അല്ലെങ്കിൽ സെക്കൻഡോ ഇന്റർകോസ്റ്റൽ സ്പേസിലായിരിക്കും നമ്മൾ നീഡിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ നമ്മുടെ റിബ്സ്, നിങ്ങൾ ഇമേജിൽ കാണുന്നുണ്ട് റിബ്സ്, നമുക്ക് 12 പെയർ റിബ്സ് ആണുള്ളത്. അതിനകത്ത് ഈ റിബ്സിന്റെ ഇന്റർകോസ്റ്റൽ 2 റിബ്സിന്റെ ഇടയ്ക്കുള്ള സ്പേസ് ആണ് ഇന്റർകോസ്റ്റൽ സ്പേസ് എന്ന് പറയുന്നത്. അപ്പൊ എയർ ആണ് ന്യൂമോതൊറാക്സ്
ന്യൂമോതൊറാക്സിന്റെ കേസിലാണെങ്കിൽ ഒന്നുകിൽ സെക്കൻഡ് ഇന്റർകോസ്റ്റൽ സ്പേസിലോ അല്ലെങ്കിൽ തേർഡ് ഇന്റർകോസ്റ്റൽ സ്പേസിലോ ആയിരിക്കും നമ്മൾ നീഡിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. ഓർത്തിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ന്യൂമോതൊറാക്സിന്റെ കേസിൽ നീഡിൽ ഇൻസേർട്ടിന്റെ സൈറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർ തേർഡ് ഇന്റർകോസ്റ്റൽ സ്പേസ് ആയിരിക്കും. ഇനി നമുക്ക് ഹീമോതൊറാക്സോ അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ പ്ലൂറൽ എഫ്യൂഷൻ അല്ലെങ്കിൽ ഹൈഡ്രോതൊറാക്സ് എന്ന് പറയാറുണ്ട്. ഫ്ലൂയിഡ് ആണ് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ 7 and 8 ഇന്റർകോസ്റ്റൽ സ്പേസ് ആയിരിക്കും. ഓക്കെ, അപ്പം ഹീമോതൊറാക്സിന്റെ കേസിലും ഹൈഡ്രോതൊറാക്സിന്റെ കേസിലാണെങ്കിൽ നമ്മുടെ നീഡിൽ ഇൻസേർഷൻ സൈറ്റ് എന്ന് പറയുന്നത് 7 or 8 ഇന്റർകോസ്റ്റൽ സ്പേസിലായിരിക്കും നമ്മൾ നീഡിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. ക്ലിയർ? ഇത്രയും പോയിന്റ് ഇതിനകത്ത് ഓർത്തിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ നീഡിൽ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സ്കാൻ ചെയ്തിട്ട് നമ്മൾ എക്സ്റേ എടുത്തിട്ട് മനസ്സിലാക്കും കറക്റ്റ് എവിടെയാണ് ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ എയർ അക്യുമുലേറ്റ് ചെയ്ത് നോക്കും. 2 ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് സൈറ്റിന്റെ കറക്റ്റ് പൊസിഷൻ നമുക്ക് മനസ്സിലാക്കും. ഒന്നുകിൽ നമുക്ക് ഓസ്കൾട്ടേറ്റ് ചെയ്തോ അല്ലെങ്കിൽ എക്സ്റേ എടുത്തോ കറക്റ്റ് നീഡിൽ ഇൻസേർട്ട് ചെയ്യേണ്ട ഏരിയ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ഇത്രയും കാര്യം ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫ്ലൂയിഡ് എടുക്കുന്ന സമയം ഇപ്പൊ നമ്മളൊരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറിന് വേണ്ടിയാണ് നമ്മൾ ഫ്ലൂയിഡ് എടുക്കുന്നതെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 20 to 30 ml ആണ് ഫ്ലൂയിഡ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറിന് വേണ്ടിയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 20 to 30 ml ആയിരിക്കും നമ്മൾ വിഡ്രോ ചെയ്യുന്നത്, ആസ്പിറേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ തെറാപ്യൂട്ടിക് പർപ്പസിനാണ് ഫ്ലൂയിഡ് ഒത്തിരി എമൗണ്ട് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മളപ്പോൾ തെറാപ്യൂട്ടിക് പർപ്പസിനാണ് നമ്മൾ തൊറാസിന്തസിസ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ഓർക്കുക, ഒരു ടൈം നമ്മൾ 1000 ml മാത്രമേ എടുക്കുക. ഒരിക്കലും 1000 കൂടുതൽ നമ്മൾ എടുക്കരുത്. 1000 കൂടുതൽ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഹൈപ്പോവോളിമിക് ഷോക്കിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഓർക്കുക, ഒരു ടൈം നമ്മൾ എടുക്കുന്ന സമയത്ത് മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റുന്നത് 1000 ml മാത്രമേ എടുക്കാവൂ. പിന്നെ നമുക്ക് നീഡഡ് ആണ് ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 8 hourന് ശേഷമേ നമ്മൾ സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാവൂ. ക്ലിയർ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രൊസീജിയറിനകത്ത് ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ ആസ്പിറേറ്റ് ചെയ്തെടുക്കുന്നു. ആസ്പിറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഓർക്കേണ്ട കാര്യം, നമ്മൾ നീഡിൽ ഇൻസേർട്ട് ചെയ്ത സ്ഥലത്ത് നമ്മൾ സ്മോൾ സ്റ്റെറൈൽ ഡ്രസ്സിങ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം. പഞ്ചർ സൈറ്റിൽ നമ്മൾ സ്മോൾ സ്റ്റെറൈൽ ഡ്രസ്സിങ് നമ്മൾ അപ്ലൈ ചെയ്യണം. ക്ലിയർ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രൊസീജിയറിനകത്ത് ഓർത്തിരിക്കേണ്ടത്. പ്രൊസീജിയർ ഫസ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യം കൺസെന്റിന്റെ കാര്യം, ആരാണ് കൺസെന്റ് എടുക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. ആർട്ടിക്കിളിനകത്ത് നമ്മൾ 18 ഗോജ് ആയിരിക്കും നീഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആന്റിസെപ്റ്റിക് സൊല്യൂഷനും അനസ്തെറ്റിക് ഏജന്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പൊസിഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓർത്തോപേനിക് പൊസിഷൻ അല്ലെങ്കിൽ സിറ്റിംഗ് പൊസിഷൻ അല്ലെങ്കിൽ എഴുന്നേറ്റിരിക്കാൻ പറ്റാത്ത പേഷ്യന്റെ കേസിലാണ് അൺഅഫക്റ്റഡ് സൈഡിലോട്ടായിരിക്കും നമ്മൾ പേഷ്യന്റിനെ കിടത്തുന്നതെന്ന് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ നീഡിൽ ഇൻസേർട്ട് ചെയ്യുന്ന സൈറ്റ് ആണ് പറഞ്ഞത്. ന്യൂമോതൊറാക്സിന്റെ കേസിൽ സെക്കൻഡ് ആൻഡ് തേർഡ് ഇന്റർകോസ്റ്റൽ സ്പേസ്, ഹീമോതൊറാക്സോ ഹൈഡ്രോതൊറാക്സോ ആണെങ്കിൽ നമ്മൾ 7 and 8 ഇന്റർകോസ്റ്റൽ സ്പേസിലായിരിക്കും നമ്മൾ നീഡിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം എത്ര മാത്രം എമൗണ്ട് ആണ് എടുക്കുന്നത്. ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ആണെങ്കിൽ ഏകദേശം ഒരു 20 അപ്രോക്സിമേറ്റ്ലി ഒരു 20 to 30 ml ആയിരിക്കും. തെറാപ്യൂട്ടിക് പൊസിഷൻ ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 1000 ml ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അഥവാ വീണ്ടും ഇത് റിപ്പീറ്റഡ് ആണ് പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യേണ്ട കേസിലാണെങ്കിൽ നമ്മൾ 8 hourന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, വീണ്ടും ഈ സെയിം പ്രൊസീജിയർ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. അടുത്തത് നമ്മുടെ ഈ തൊറാസിന്തസിന്റെ കോംപ്ലിക്കേഷൻസ് ആണ്. കോംപ്ലിക്കേഷന് മെയിൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് ന്യൂമോതൊറാക്സ്, എയർ എൻട്രി ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ, എയർ എൻട്രി. അതുപോലെ ഹീമോതൊറാക്സ് എന്താ ബ്ലഡിന്റെ അക്യുമുലേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ട്രക്കിയൽ ഡീവിയേഷൻ, അൺഅഫക്റ്റഡ് സൈഡിലോട്ട് ട്രക്കിയൽ ഡീവിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്, ഈ പ്രഷർ കൂടുന്നത് കൊണ്ടാണ്. അതുപോലെ ഹൈപ്പോവോളീമിക് ഷോക്ക്. ഈ ഹൈപ്പോവോളീമിക് ഷോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു തെറാപ്യൂട്ടിക് പർപ്പസിന്റെ കേസിലാണെങ്കിൽ നമ്മൾ അപ്രോക്സിമേറ്റ് ഒരു 1000 ml എടുക്കും അല്ലെ. സപ്പോസ് ഇപ്പൊ നമ്മൾ 1000 ml കൂടുതൽ അറ്റ് എ ടൈമിൽ തന്നെ എടുക്കുവാണെങ്കിൽ വരാൻ ചാൻസ് ഉള്ളതാണ് എന്ത്, ഹൈപ്പോവോളീമിക് ഷോക്കിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓർക്കും അങ്ങനെ എന്തെങ്കിലും ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ കാണിക്കുന്നുണ്ട്, വൈറ്റൽ സയൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക, BP കുറയുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ന്യൂമോതൊറാക്സ്, ഹീമോതൊറാക്സ്, ട്രക്കിയൽ ഡീവിയേഷൻ, ഹൈപ്പോവോളീമിക് ഷോക്ക്. പിന്നെ ഓർക്കേണ്ട കാര്യം, നമ്മൾ പ്രൊസീജിയർ ചെയ്തതിന് ശേഷം നമ്മൾ എപ്പോഴും പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യുന്ന സമയത്ത് പേഷ്യൻസിന്റെ നമ്മൾ നീഡിൽ ഇൻസേർട്ട് ചെയ്ത സൈറ്റിൽ നിന്ന് എന്തെങ്കിലും ഫ്ലൂയിഡോ ബ്ലഡോ ലീക്കേജ് വരുന്നുണ്ട്, അല്ലെങ്കിൽ നീഡിൽ ഇൻസേർഷൻ ചെയ്ത സ്ഥലത്ത് റെഡ്നസ്, സ്വെല്ലിങ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ പേഷ്യൻസിന്റെ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്, ഒരു 100.4 ഡിഗ്രി ഫാരൻഹീറ്റിനെക്കാട്ടി കൂടുതൽ. എത്രയാണ്? 100.4 ഡിഗ്രി ഫാരൻഹീറ്റിനെക്കാട്ടി കൂടുന്നു. അല്ലെങ്കിൽ പേഷ്യന്റിന് ഡിസ്നി ഉണ്ട്, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട്, ചെസ്റ്റ് പെയിൻ പേഷ്യന്റ് കംപ്ലൈന്റ് ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഡോക്ടറിനെ ഇൻഫോം ചെയ്യണം. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു
ക്വസ്റ്റ്യൻ ആണ്. ഈ പോയിന്റ് ഓർത്തിരിക്കുക. ആഫ്റ്റർ പ്രൊസീജിയർ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ, ടെമ്പറേച്ചർ ആണെങ്കിൽ ഒരു 100.4 ഡിഗ്രി ഫാരൻഹൈറ്റിനെക്കാട്ടി കൂടുവോ, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ നീഡിൽ ഇൻസേർട്ട് ചെയ്ത സ്ഥലത്തുനിന്ന് ഫ്ലൂയിഡോ ബ്ലഡ് ലീക്കേജ് ഉണ്ട്, അല്ലെങ്കിൽ ആ നീഡിൽ ഇൻസേർട്ട് ചെയ്ത സ്ഥലത്ത് റെഡ്നെസ്സോ സ്വെല്ലിങ് കാണുന്നുണ്ട്, പിന്നെ നമ്മൾ പറഞ്ഞ ഡിസ്നിയ അല്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ പേഷ്യന്റ് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഹെൽത്ത് കെയർ പ്രൊവൈഡർ നമ്മൾ ഡോക്ടറിനെ ഇൻഫോം ചെയ്തിരിക്കണം. ആ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് തൊറാസിന്തസിസിനകത്ത് ഓർത്തിരിക്കേണ്ട പോയിന്റ്സ്. ജസ്റ്റ് നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ് ഈ ബേസിക് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത പഠിപ്പിക്കുന്ന ടോപ്പിക്കിന്റെ അവിടെ തന്നെ നമ്മൾ പറഞ്ഞു പോയത് പൊസിഷൻ ചോദിക്കുന്ന കാര്യം പറഞ്ഞു, ആഫ്റ്റർ കെയറും എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, സോ ജസ്റ്റ് ഒന്നുകൂടെ നമുക്ക് സമ്മറൈസ് ചെയ്യാം. തൊറാസിന്തസിസ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ സ്പേസ് അല്ലെ പ്ലൂറൽ ക്യാവിറ്റിയിൽ എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡിനെയോ അല്ലെങ്കിൽ എയറിനെയോ ബ്ലഡിന്റെയോ അക്യുമുലേഷൻ വരുമ്പോൾ അത് റിമൂവ് ചെയ്യാൻ, അത് ആസ്പിറേറ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് തൊറാസിന്തസിസ്. ഇതിന്റെ എല്ലാ അതർ നെയിംസും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, ഓർത്തിരിക്കുക. നെക്സ്റ്റ് നമ്മൾ പർപ്പസ് പറഞ്ഞു, റെഡ്യൂസ് ദ ലെങ് ടിഷ്യൂ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ മെയിൻ ആയിട്ട്, അതിന്റെ ഒരു മെയിൻ പർപ്പസ് ഓഫ് തൊറാസിന്തസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻഡിക്കേഷൻ, ന്യൂമോതൊറാക്സ്, ഹീമോതൊറാക്സ്, പ്ലൂറൽ എഫ്യൂഷൻ എന്ന് പറയുന്ന തൊറാസിന്തസിന്റെ ഇൻഡിക്കേഷൻ ആണ്. പൊസിഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇമേജ് ബേസ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ തന്നിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഏത് പൊസിഷൻ ആണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നതാണ്. ഓർത്തോപ്നിക് പൊസിഷൻ അല്ലെങ്കിൽ സിറ്റിംഗ് പൊസിഷൻ, അല്ലെങ്കിൽ നമ്മൾ എഴുന്നേറ്റിരിക്കുക അനേബിൾ ടു സിറ്റ് ഉള്ള പേഷ്യൻസിന്റെ കേസിൽ നമ്മൾ അൺഅഫക്റ്റഡ് സൈഡിലോട്ടായിരിക്കും പേഷ്യന്റിനെ ടേൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് കോംപ്ലിക്കേഷൻ ആണ്, ന്യൂമോതൊറാക്സ്, ഹീമോതൊറാക്സ്, ട്രക്കിയൽ ഡീവിയേഷൻ, ഹൈപ്പോവോളമിക് ഷോക്ക്. ഓക്കെ,